അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്സഹാബത്തി ത്വയ്യിബീൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. സ്നേഹമുള്ള രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം എന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ്. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രം വിശുദ്ധ ഖുർആൻ അർത്ഥസഹിതം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സദസ്സിലാണ് അൽഹംദുലില്ലാ നമ്മൾ ഓരോരുത്തരും ഒത്തുചേർന്നിട്ടുള്ളത്. അള്ളാഹു തീർത്തും ഉപകാരപ്പെടുന്ന ഒരു സൽക്കർമ്മമായി ഇതിനെ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിലെ 21-ാം അധ്യായം സൂറത്തുൽ അംബിയ ആണ് കഴിഞ്ഞ 20-ലധികം ക്ലാസ്സുകളിലായി നമ്മൾ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. 27 ആയത്തുകൾ ഈ സൂറത്തിൽ നിന്ന് നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. ഏറ്റവും അവസാനമായി നമ്മൾ ചർച്ച ചെയ്തത് അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് ഒരിക്കലും എതിര് പ്രകടിപ്പിക്കാത്ത മലക്കുകൾ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അള്ളാഹുവിനെ മുൻകടക്കുകയില്ല എന്നും, ഇബാദും മുക്രമൂൻ, ആദരണീയരായ ദാസന്മാരാണ് അവരെന്നും, എന്നാൽ അവർ അള്ളാഹുവിൻ്റെ സന്താനങ്ങളാണ് എന്നു പറഞ്ഞുകൊണ്ട് മക്കയിലെ മുശ്രിക്കുകൾ രംഗത്തു വരികയുണ്ടായി എന്നും, അള്ളാഹുവിന് സന്താനമുണ്ടെന്ന വാദം ഏറ്റവും ദുഷിച്ച വാദമാണ് എന്ന കാര്യവും, ജൂതന്മാരും ക്രിസ്ത്യാനികളുമൊക്കെ ആ പ്രസ്തുത ദുഷിച്ച വാദം പ്രചരിപ്പിച്ചവരായിരുന്നു, വിശ്വസിച്ചവരായിരുന്നു എന്നും, അവരുടെ വായകളിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ള ആ വാദഗതി വളരെ ഗൗരവമുള്ള ഗുരുതരമായ വാക്കുകളാണ്, പ്രയോഗങ്ങളാണ് എന്നും, അള്ളാഹുവിനെ വേദനിപ്പിക്കുകയും വിഷമിപ്പിക്കുകയും ചെയ്യുന്ന കാര്യമാണ് അത് എന്നും, ലം യലിദ് വലം യൂലദ്, അവൻ ജനിച്ചവനോ ജനിപ്പിച്ചവനോ അല്ല എന്ന വസ്തുതയും, ആകാശങ്ങൾ തകരാനും പർവ്വതങ്ങൾ പൊടിപൊടിയാകാനും ഭൂമി വിണ്ടുകീറാനും മാത്രം പോന്ന വാചകമാണ് അള്ളാഹു സന്താനത്തെ സ്വീകരിച്ചു എന്ന് പറയുന്ന വാചകമെന്നുമൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുന്നിലുള്ളതും പിന്നിലുള്ളതും കഴിഞ്ഞതും വരാനിരിക്കുന്നതും ചെറുതും വലുതും എല്ലാം അറിയുന്നവനാണ് എന്നും, റബ്ബിൻ്റെ അടുക്കൽ ശുപാർശ പറയാൻ പ്രത്യേകം അനുമതി നൽകപ്പെട്ടവർക്കല്ലാതെ സാധിക്കുകയില്ല എന്നുമൊക്കെ പഠിപ്പിക്കുന്ന 28-ാമത്തെ ആയത്താണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ചക്കെടുക്കുന്നത്. ആദ്യം നമുക്ക് ആയത്തോതി ഓരോ വാക്കുകളുടെയും അർത്ഥം പറഞ്ഞ് പിന്നീട് വിശദീകരണത്തിലേക്ക് പ്രവേശിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും ولا يشفعون إلا لمن ارتضى وهم من خشيته مشفقون. അലിമ എന്ന് പറഞ്ഞാൽ അറിഞ്ഞു ന, യഅലമു അറിയുന്നു, യഅലമു അവൻ അറിയുന്നു, മാ ബൈന ഐദീഹിം, യദുൻ ജംആണ്, ഐദി കൈകൾ എന്നാണ് ശരിക്കും വാക്കിൻ്റെ അർത്ഥം. ബൈന ഐദി കൈകളുടെ ഇടയിൽ എന്ന് പറഞ്ഞാൽ മുൻഭാഗമാണ് ഉദ്ദേശിക്കുന്നത്. അമാം എന്നതിന് ഖുദ്ദാം എന്നതിന്
ഖുർആൻ ഉപയോഗിച്ചിട്ടുള്ള മറ്റൊരു പ്രയോഗമാണ് ബൈന ഐദീഹിം എന്ന പ്രയോഗം. അമാം എന്ന് പറഞ്ഞാൽ മുന്നിൽ, ഖുദ്ദാം എന്ന് പറഞ്ഞാൽ മുന്നിൽ, വറാ, ഖൽഫ് എന്നൊക്കെ പറഞ്ഞാൽ പിന്നിൽ. അതിന് ഖുർആൻ ഉപയോഗിച്ച മറ്റൊരു പ്രയോഗമാണ് ബൈന ഐദി, കൈകളുടെ ഇടയിൽ. മുൻഭാഗം എന്നതിന് അറബി ഭാഷ പ്രയോഗമാണ് ബൈന ഐദി എന്നത്. യഅലമു അവൻ അറിയും, മാ ഒന്ന്, ബൈന ഐദീഹിം അവരുടെ മുന്നിലുള്ള ഒന്ന് അള്ളാഹു അറിയും, മുന്നിലുള്ളതൊക്കെ അള്ളാഹു അറിയും. വമാ ഖൽഫഹും, ഖൽഫ എന്ന് പറഞ്ഞാൽ വറാ എന്നാണ് അർത്ഥം. പിറകിലുള്ളതും പിന്നിലുള്ളതും അള്ളാഹു അറിയും. ഇൻഷാ അല്ലാഹ് ആദ്യം ആ ഭാഗം നമുക്ക് വിശദീകരിക്കാം. വിശുദ്ധ ഖുർആൻ പലതവണ ആവർത്തിച്ചു പറഞ്ഞ ഒന്നാണ് മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും. ഇപ്പൊ വിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്തായ ആയത്ത് ഏതാ? ആയത്തിൽ കുർസിയാണ്. നമുക്കൊക്കെ അറിയാം അതിന്റെ മഹത്വവും പ്രാധാന്യമൊക്കെ. ഏത് സൂറത്തിലാ? സൂറത്തുൽ ബഖറയിലാണ്. 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 255-ാമത്തെ ആയത്താണ് ആയത്തിൽ കുർസി. അഅ്ലമു ആയത്തിൻ ഫീ കിതാബില്ലാ, അള്ളാഹുവിന്റെ ഖുർആനിലെ ഏറ്റവും മഹത്തായ ആയത്ത്. ആ ആയത്തിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യം പറയുന്നുണ്ട്. യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും, അവരുടെ മുന്നിലുള്ളതും പിന്നിലുള്ളതും അവരറിയുന്നുണ്ട്. അവരുടെ മുമ്പിലുള്ളതും പിന്നിലുള്ളതും അവരറിയുന്നുണ്ട്, അള്ളാഹു അറിയുന്നുണ്ട്. ഇവിടെ ഉദ്ദേശിക്കുന്നത് മുന്നിൽ പിന്നിൽ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് എന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദീകരിക്കാം. ഇതേ പ്രയോഗം വിശുദ്ധ ഖുർആൻ സൂറത്ത് ത്വാഹ, കഴിഞ്ഞ ക്ലാസ്സിൽ ഈ സൂറത്തിന് മുമ്പ് നമ്മൾ വിശദീകരിച്ച സൂറത്താണ് സൂറത്ത് ത്വാഹ, 20-ാം അധ്യായം. അതിന്റെ 110-ാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞു, യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിഹി ഇൽമാ. യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും, അവരുടെ മുന്നിലുള്ളതും പിന്നിലുള്ളതും അറിയുന്നവനാണ് അല്ലാഹു. വലാ യുഹീതൂന ബിഹി ഇൽമാ, അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു തന്നതല്ലാത്ത ഒരറിവും അവർ ഉടമപ്പെടുത്തുന്നില്ല. അല്ലാഹ് എല്ലാം അറിയുന്നവനാണ്. അല്ലാഹ് അറിയിച്ചത് മാത്രമേ അല്ലാഹു അല്ലാത്തവർ അറിയുകയുള്ളൂ. പടച്ചവൻ എല്ലാം അറിയുന്നവനാണ്. പടപ്പുകൾ അല്ലാഹ് അറിയിച്ചത് മാത്രമേ അറിയുകയുള്ളൂ. വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല, അറിവിൽ നിന്ന് വളരെ വിരളമായതേ നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ളൂ എന്ന് ഖുർആൻ പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലെ 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 76-ാമത്തെ ആയത്തിൽ വീണ്ടും ഈ കാര്യം ആവർത്തിച്ചു. യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും വഇലല്ലാഹി തുർജഉൽ ഉമൂർ. അവിടെ അങ്ങനെയാണ് അല്ലാഹു പറഞ്ഞത്, യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും, അവരുടെ മുന്നിലുള്ളതും പിന്നിലുള്ളതും ഒക്കെ അള്ളാഹു അറിയുന്നുണ്ട്. വഇലല്ലാഹി തുർജഉൽ ഉമൂർ, എല്ലാ കാര്യങ്ങളുടെയും മടക്കം അള്ളാഹുവിലേക്കാണ്. ഇവിടെ എന്താണ് മുന്നിലുള്ളതും പിന്നിലുള്ളതും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒന്ന് അക്ഷരാർത്ഥത്തിൽ തന്നെയാണ്. നമുക്കിപ്പോൾ മുന്നിലുള്ളത് പലതും മനസ്സിലാകും, പക്ഷെ പിന്നിലുള്ളത് തിരിഞ്ഞു നോക്കിയാലേ മനസ്സിലാകുള്ളൂ. എന്നാൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു മുന്ന് പിന്ന് എന്ന വ്യത്യാസമൊന്നുമില്ല. കഴിഞ്ഞു പോയത് വരാനിരിക്കുന്നത് എന്ന വേർതിരിവില്ല. ഒളിഞ്ഞത് തെളിഞ്ഞത് എന്ന വ്യത്യാസമില്ല. ചെറുത് വലുത് എന്ന ഭിന്നതയില്ല. എല്ലാം അറിയുന്ന മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും അറിയുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പോൾ ഒരർത്ഥം പറയുകയാണെങ്കിൽ മുന്നിലുള്ളതും പിന്നിലുള്ളതും അള്ളാഹു അറിയും എന്ന് തന്നെ അല്ലേ. ഇപ്പൊ നമുക്ക് മുന്നിലുള്ളതേ അറിയുള്ളൂ, അതന്നെ എല്ലാം അറിയൊന്നുമില്ല. നമ്മളെ മുന്നിലൊരു പരിധി കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് നമുക്ക് കാണൂല. പിന്നെ അക്ഷരങ്ങൾ നമുക്ക് മങ്ങിയായിട്ടാണ് തോന്നുക ദൂരമുള്ളത്. ചില ആളുകൾക്ക് കണ്ണട വെച്ചാലേ അടുത്തുള്ളത് തന്നെ കാണുള്ളൂ. അങ്ങനെയൊക്കെ ഉണ്ടാവും. മനുഷ്യന്മാർക്ക് അങ്ങനെ പരിധികളും പരിമിതികളും ഉണ്ട്. പിന്നിലുള്ളതാകട്ടെ തിരിഞ്ഞു നോക്കാതെ നമുക്ക് അറിയൂല. ചില കാര്യങ്ങൾ ഇപ്പോൾ ഒരാൾ നമുക്ക് നല്ല പരിചയമുള്ള ഒരാൾ പിന്നിൽ നിന്ന് വിളിച്ചാൽ ആരാ വിളിക്കുന്നത് എന്ന് മനസ്സിലാകും. അങ്ങനെ ചില അറിവുകളും കഴിവൊക്കെ ഉണ്ടാകും. എന്നല്ലാതെ പൂർണ്ണമായി നമ്മൾ പിറകിലുള്ള കാര്യങ്ങൾ നമുക്കറിയുകയില്ല. എന്നാൽ അല്ലാഹു യഅലമു മാ ബൈന ഐദീഹിം പറഞ്ഞോളിൻ വമാ ഖൽഫഹും. എന്താണ് വാക്ക് എന്ന് പറയും? അവൻ മുന്നിലുള്ളതും പിന്നിലുള്ളതും അറിയുന്നവനാണ്. ഇതാണ് ഒന്നാമത്തെ അർത്ഥം. എന്നാൽ പ്രധാനമായും ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുഫസ്സിറുകൾ പറഞ്ഞു, ഹക്കം റഹിമഹുള്ള പറയുകയാണ്,
യഅലമു മാ ബൈന ഐദീഹിം എന്ന് പറഞ്ഞാൽ അദ്ദുനിയ, ഇഹലോകത്തെ കാര്യങ്ങളൊക്കെ അള്ളാഹു അറിയും. വമാ ഖൽഫഹും, ഇനി പിറകിൽ വരാനിരിക്കുന്ന കാര്യങ്ങൾ അള്ളാഹു അറിയും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ ആഖിറ, പരലോക കാര്യങ്ങളും അള്ളാഹു അറിയും. നമുക്ക് ഇഹലോകത്തെ കാര്യങ്ങളെ അറിയുള്ളൂ എന്ന് മാത്രമല്ല, അതെന്നെ പൂർണ്ണമായിട്ട് അറിയില്ല. നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാട്ടിലെ, നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രദേശത്തെ കാര്യങ്ങൾ മാത്രമേ നമുക്കറിയുള്ളൂ. എന്നാൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിലുള്ളതെല്ലാം അറിയും, പരലോകത്തുള്ളതെല്ലാം അറിയും. അതാണ് യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് മുഫസ്സിറുകൾ വിശദീകരിക്കുകയാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഇബ്നു ജുറൈജ് റഹിമഹുള്ളയെ പോലുള്ള പണ്ഡിതന്മാർ പറഞ്ഞു, യഅലമു മാ ബൈന ഐദീഹിം എന്ന് പറഞ്ഞാൽ മാ മലാ അമാമഹും മിനദ് ദുനിയ, ദുനിയാവിൽ നിന്ന് അവർക്ക് എന്തൊക്കെയാണോ ഇപ്പൊ കഴിഞ്ഞു പോയത് അതൊക്കെ അള്ളാഹു അറിയും. ഒരു മനുഷ്യൻ ജനിച്ച് ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യന്റെ കഴിഞ്ഞുപോയ മുഴുവൻ കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയും. ജനിച്ച അന്ന് എന്താ ഉണ്ടായത്, പിറ്റേന്ന് എന്തൊക്കെയാണ് സംഭവിച്ചത്, അവൻ്റെ 1-ാം വയസ്സിൽ എന്താ ഉണ്ടായത്, 12-ാം വയസ്സിൽ എന്താ ഉണ്ടായത്, 25-ാം വയസ്സിൽ എന്താ ഉണ്ടായത്, 38-ാം വയസ്സിൽ എന്താ ഉണ്ടായത്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ ദുനിയാവിലെ മുഴുവൻ കാര്യങ്ങളും A to Z കൃത്യമായി സമ്പൂർണമായി ഒരൽപ്പം പോലും ഒരൽപ്പം പോലും മറഞ്ഞു പോകാതെ ഒളിഞ്ഞു പോകാതെ പൂർണ്ണമായി അറിയുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. വമാ ഖൽഫഹും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാ യകൂനു ബഅദഹും മിനദ് ദുനിയാ വൽ ആഖിറ, ഇനി അവൻ്റെ ദുനിയാവിൽ എന്തൊക്കെ സംഭവിക്കുമെന്നും ദുനിയാവിന് ശേഷം പരലോകത്ത് എന്തൊക്കെ സംഭവിക്കുമെന്നും അള്ളാഹു അറിയുന്നുണ്ട്. 10-40 കൊല്ലമായി ജീവിക്കണം നമ്മൾ, 40 കൊല്ലത്തിൽ എന്താ ഉണ്ടായതെന്നും ഇനി 40 കൊല്ലത്തിന് ശേഷം നമ്മൾ എത്ര ദിവസം ജീവിക്കും, ജീവിക്കുകയാണെങ്കിൽ എന്തൊക്കെ സംഭവിക്കും, എല്ലാം അള്ളാഹു അറിയും. വൽ ആഖിറ, ഈ മരിച്ചതിന് ശേഷമുള്ള ബർസഖും പരലോകവും ഒക്കെ അള്ളാഹു അറിയും. ആ എല്ലാം അറിയുന്ന റബ്ബിനോടാണ് സഹോദരങ്ങളെ നമുക്ക് ചോദിക്കാനുള്ളത്, നമ്മളെ വിഷമങ്ങൾ പറയാനുള്ളത്, നമ്മളെ സങ്കടങ്ങൾ ബോധ്യപ്പെടുത്താനുള്ളത്, നമ്മുടെ ആവശ്യങ്ങൾ ചോദിച്ച് വാങ്ങാനുള്ളത് എല്ലാം അറിയുന്ന യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയോടാണ്. അതുകൊണ്ട് ചോദിക്കുമ്പോൾ പേടിക്കല്ല, നമ്മളെല്ലാ പ്രശ്നവും അറിയുന്നവനാണ് അള്ളാഹു. ആയത്തിന്റെ ഭാഗം ഒന്നുകൂടി നോക്കുക, എന്നിട്ട് അടുത്ത ഭാഗത്തേക്ക് കയറുകയാണ്. യഅലമു, അവൻ അറിയുന്നു, മാ ബൈന ഐദീഹിം, അവരുടെ മുമ്പിലുള്ളതും, വമാ ഖൽഫഹും, അവരുടെ പിന്നിലുള്ളതും. യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും, അവരുടെ മുന്നിലുള്ളതും പിന്നിലുള്ളതും അവൻ അറിയുന്നു. ആരാണ് ഈ അവരുടെ മുന്നിലുള്ളതും പിന്നിലുള്ളതും? ഇവിടെ മുന്നേ ഒരു ചില ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്. അതാരാ? അള്ളാഹു മലക്കുകളെ പെൺമക്കളായി സ്വീകരിച്ചു എന്ന് പറഞ്ഞവർ. അവര് പറഞ്ഞതൊക്കെ അള്ളാഹുവിന് അറിയും. ഇനി ഇതാ മലക്കുകളെയാണ് അള്ളാഹു ഇബാദ് മുക്രമു എന്ന് പറഞ്ഞത്, ആ മലക്കുകളുടെ മുന്നും പിന്നും അള്ളാഹു അറിയും. ഇനി അതല്ല, ഈ ആയത്ത് ആരൊക്കെ കേൾക്കുന്നുണ്ടോ ഇതിന്റെ മുഖാത്തബ് എന്ന് അതിന് പറയാം. മുത്തക്കല്ലിം മുഖാത്തബ് എന്ന് പറയും. മുത്തക്കല്ലിം എന്ന് പറഞ്ഞാൽ പറയുന്ന ആള് ആരാ? അള്ളാഹു. മുഖാത്തബ് എന്ന് പറഞ്ഞാൽ അഭിസംബോധിതർ. പ്രഥമ അഭിസംബോധിതർ ആരാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഓതി കേൾപ്പിക്കുമ്പോൾ അവിടെ കേൾക്കുന്ന സ്വഹാബികളും ഒക്കെയാണ്. പക്ഷെ എല്ലാവർക്കും ബാധകമാണ്. അതാണ് ഖുർആന്റെ പ്രത്യേകത. ചിലത് ഖാസായ ചില നിയമങ്ങൾ ഉണ്ടാകും. ഇപ്പൊ ഖുർആൻ പറയാം, അലം യജിദിക യതീമൻ ഫആവ, നീ ഒരു യതീമായിരുന്നു എന്നിട്ട് ഞാൻ നിനക്ക് അഭയം തന്നില്ലേ. അപ്പൊ അത് ഓതണ നമ്മളിങ്ങനെ ചിന്തിക്കുക, ഞാൻ യതീമല്ലല്ലോ. അത് നമ്മളോടല്ല, അത് ചില പ്രത്യേക അഭിസംബോധനകളാണ്. അങ്ങനെ ഉണ്ടാവും. ഏതായിരുന്നാലും അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, മനുഷ്യന്മാരായ സൃഷ്ടികളായ ആരൊക്കെണ്ടോ അവരുടെ ഒക്കെ മുന്നിലുള്ളതും പിന്നിലുള്ളതും അള്ളാഹു അറിയും. എന്നിട്ട് ആ മലക്കുകളെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വലാ യശ്ഫഊന, അവർ ഷഫാഅത്ത് ചെയ്യുകയില്ല. എന്താ ഷഫാഅത്ത് എന്ന് പറഞ്ഞാൽ? ശുപാർശ എന്നാണ് സാധാരണ നമ്മളതിന് മലയാളത്തിൽ അർത്ഥം പറയാ. പക്ഷേ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻഷാ അല്ലാഹ് നമുക്ക് തുടർന്ന് വിശദീകരിക്കാം. ആദ്യം വാക്കിന്റെ അർത്ഥം നോക്കുക.
വലാ യശ്ഫഊന, അവർ ശുപാർശ ചെയ്യുകയില്ല, ഇല്ലാ ലിമൻ ഇർത്തളാ, അവൻ തൃപ്തിപ്പെട്ടവർക്കല്ലാതെ, അല്ല തൃപ്തിപ്പെട്ടവർക്ക് വേണ്ടിയല്ലാതെ ശുപാർശ ചെയ്യുകയില്ല. പണ്ഡിതന്മാർ പറഞ്ഞു, ശുപാർശ ചെയ്യുന്നവനും അല്ല തൃപ്തിപ്പെട്ടവനായിരിക്കണം, ശുപാർശ ലഭിക്കുന്നവനും അള്ളാഹു തൃപ്തിപ്പെട്ടവനായിരിക്കണം, എങ്കിലേ ശുപാർശ നടക്കുള്ളൂ. മനസ്സിലാണ്ടോ പറയണത്? ശുപാർശ ചെയ്യുന്നവൻ അള്ളാഹുവിലേക്ക് അടുപ്പമുള്ള, അവന്റെ തൃപ്തി ലഭിച്ച, അവനേറെ ഇഷ്ടപ്പെടുന്ന അടിമയായിരിക്കണം. ആർക്ക് വേണ്ടിയാണോ ശുപാർശ ചെയ്യുന്നത് അവനും റബ്ബിന്റെ തൃപ്തി ലഭിച്ചവനായിരിക്കണം. അതാണ് അള്ളാഹ് പറയുന്നത്, വലാ യശ്ഫഊന, അവർ ശുപാർശ ചെയ്യുകയില്ല, ഇല്ലാ ലിമൻ ഇർത്തളാ, റബ്ബിന്റെ തൃപ്തി നേടിയവർക്ക് വേണ്ടിയല്ലാതെ, അവൻ തൃപ്തിപ്പെട്ടവർക്ക് വേണ്ടിയല്ലാതെ ഇവർ ശുപാർശ പറയുകയില്ല. എന്താണ് ഷഫാഅത്ത്? ഞാൻ ഇൻഷാ അല്ലാഹ് ചുരുക്കി പറയാണ്. ഷഫാഅത്ത് എന്ന് പറഞ്ഞാൽ അത് പരലോകത്ത് ഉണ്ട് എന്ന് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഷഫാഅത്ത് എന്നതിൻ്റെ അർത്ഥമായി പണ്ഡിതന്മാർ പറഞ്ഞത്, ആ ഷഫാഅത്ത് എന്ന് പറഞ്ഞാൽ ഹിയ സുആലുൽ ഖൈരി ലിൽ ഗൈർ. എന്താണ്? സുആലുൽ ഖൈരി ലിൽ ഗൈരി, നന്മ, സുആലുൽ ഖൈർ, നന്മ ചോദിക്കൽ, ലിൽ ഗൈരി, വേറൊരാൾക്ക് വേണ്ടി, ഞങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും പറയാ, അതിനാണ് ശുപാർശ എന്ന് പറയാ, റെക്കമെൻഡ്. അതാണ് ഞാൻ മറ്റൊരാൾക്ക് വേണ്ടി ഇടപെടുന്നതിനാണ് ശുപാർശ എന്ന് പറയുക. ഒരുപക്ഷെ അവൻ്റെ ഒരു ദോഷം നീക്കാനാകാം, അതൊരു ഗുണാണ്. അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാനാകും, അതും ഗുണാണ്. ഒരു ഗുണത്തിനു വേണ്ടി ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി മൂന്നാമതൊരാളോട് ആവശ്യപ്പെടുന്നതിനാണ് ഷഫാഅത്ത് എന്ന് പറയുക. അപ്പോൾ അവിടെ മൂന്ന് കക്ഷികളുണ്ട്. ഒന്ന് ശുപാർശ പറയുന്നവൻ, രണ്ട് ആർക്കു വേണ്ടിയാണോ ശുപാർശ പറയുന്നത് അവൻ, മൂന്ന് ആരോടാണോ ശുപാർശ പറയുന്നത് അവൻ. വിശുദ്ധ ഖുർആൻ സൂറത്തു നിസായിൽ ഷഫാഅത്തിനെ ഭൗതികമായ ഗുണങ്ങൾക്ക് വേണ്ടി ഷഫാഅത്ത് ചെയ്യുന്നതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ തിന്മകൾക്ക് വേണ്ടി ശുപാർശ പറയുന്നതിനെ അങ്ങേയറ്റം എതിർത്തിട്ടുണ്ട്. അതിനൊരു കാരണമുണ്ടായിരുന്നു. അവരിലെ ചില ആളുകൾ അബദ്ധവശാൽ ചില തിന്മകൾ ചെയ്തു പോയി. അപ്പോൾ അവർക്കെതിരെ കിസ്വാസ് എന്ന് പറഞ്ഞാൽ പ്രതിക്രിയ, കട്ടവന്റെ കൈ മുറിക്കുക പോലുള്ള പ്രതിക്രിയക്കാണ് കിസ്വാസ് എന്ന് പറയുന്നത്. കിസ്വാസ് എടുക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തീരുമാനമെടുത്തു. അപ്പോൾ അവരൊക്കെ കൂടിയാലോചിച്ചു പറഞ്ഞു, ഈ വിഷയത്തിൽ ഒരു ഇളവ് നൽകാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെട്ട് നോക്കണം. പക്ഷെ ആർക്കും അതിന് ധൈര്യമല്ല. അവസാനം ഒരു സ്വഹാബിയെ അവർ ചട്ടം കൂട്ടി, താങ്കൾ പറഞ്ഞാൽ റസൂലുള്ളാഹി അനുസരിക്കും. അങ്ങനെ അദ്ദേഹം അതിന് തയ്യാറായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചെന്ന് ഈ കേസിൽ നിന്ന് ആളെ ഒന്ന് ഒഴിവാക്കി കൊടുത്താൽ നന്നായി എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ക്ഷുഭിതനായി, പ്രവാചകന്റെ മുഖം വിവർണമായി. ഇതാണ് മുൻഗാമികളെ നശിപ്പിച്ച ഘടകമെന്ന് റസൂലുള്ള പറഞ്ഞു. അവരിൽ പ്രമുഖന്മാർ തിന്മകൾ ചെയ്താൽ അവർ ഒഴിഞ്ഞു പോവുകയും അവരിലെ ദുർബലർ തിന്മകൾ ചെയ്താൽ അവർ ശിക്ഷിക്കപ്പെടുകയും ചെയ്യുമായിരുന്നു. അതാണ് മുൻഗാമികൾക്ക് പറ്റിയ അപകടം. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, എൻ്റെ മകൾ ഫാത്തിമ, എൻ്റെ കരളിന്റെ കഷ്ണമായ ഫാത്തിമ കട്ടെടുത്താൽ അവളുടെ കൈ ഞാൻ മുറിക്കും. അതുകൊണ്ട് ഇങ്ങനത്തെ ശുപാർശക്ക് വേണ്ടി ആരും എൻ്റെ അടുത്ത് വരേണ്ടതില്ല. ചില ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നിട്ട് തർക്കിച്ചു. ഇത് എൻ്റേതാണ് എന്ന് ഇരു കക്ഷികളും പറയുകയാണ്. അവസാനം അവർക്കിടയിൽ തീർപ്പ് കൽപ്പിക്കുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും അവരുടെ വാദങ്ങൾ അവതരിപ്പിക്കുമ്പോൾ നല്ല വാക്ചാതുരിയുള്ള, ബയാൻസ് കഴിയുന്ന, വ്യക്തമായി വിശദീകരിച്ച് ഇൻ്റെതാന്ന് തോന്നിപ്പിക്കാനുള്ള സമർത്ഥിക്കുന്ന ആളുകൾക്ക് ഞാനത് വീതിച്ചു കൊടുക്കും. അപ്പോൾ ആരെങ്കിലും അവൻ്റേതല്ലാത്ത അവകാശമാണ് വാങ്ങുന്നതെങ്കിൽ അവൻ നരകത്തിലെ തീ കഷ്ണമാകുന്നു വാങ്ങുന്നത്. ഇത് പറഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞു, അല്ല അത് ഇൻ്റെതല്ല, മൂപ്പരെടുത്തോട്ടെ.
അടുത്ത ആൾ പറഞ്ഞു അല്ല എൻ്റെതല്ല, മൂപ്പര് തന്നെയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നിങ്ങൾ രണ്ടാളും പോയിട്ട് ശരിക്ക് അതിനെ പരിശോധിച്ചിട്ട് ചർച്ച ചെയ്തിട്ട് ഏതാണ് ആരുടേതാണെന്ന് ഉറപ്പിച്ചിട്ട് നിങ്ങൾ എടുത്തോളിൻ, അല്ലെങ്കിൽ നിങ്ങൾ നറുക്കെടുത്തോളിൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നരകത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ രണ്ടാക്കും വേണ്ട. കണ്ടോ? അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ ഒരു വിധിക്കാനേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിയുള്ളൂ. നഹ്നു നഹ്കുമു ബില്ലവാഹിർ വല്ലാഹു യഅലമു സറായിർ. നമ്മൾ പുറത്ത് കാണുന്നതനുസരിച്ച് വിധിക്കും, രഹസ്യം അറിയുന്നവൻ അള്ളയാണ്. കണ്ടോ? അപ്പൊ ഇങ്ങനെ ഷഫാഅത്ത് അന്ന് തന്നെ ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അംഗീകരിച്ചതും വിലക്കിയതുമായ ഷഫാഅത്തുണ്ട് എന്നർത്ഥം. ഇവിടെ പറയുന്ന ഷഫാഅത്ത് ആഖിറത്തിലെ ഷഫാഅത്താണ്. വലാ യശ്ഫഊന ഇല്ലാ ലിമൻ ഇർതള. റബ്ബ് തൃപ്തിപ്പെട്ടവർക്ക് വേണ്ടിയല്ലാതെ ശുപാർശ പറയുകയില്ല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പരലോകത്തെ ശുപാർശയാണ്. സഹോദരങ്ങളെ, ഇവിടെ നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒന്ന്, ആദ്യം പൊതുവേ ഷഫാഅത്തിനെ എതിർക്കുകയാണ് ഖുർആൻ. ഷഫാഅത്ത് എന്ന് പറഞ്ഞു ഒന്ന് ഇല്ല എന്നാണ് ഖുർആൻ ആദ്യം പഠിപ്പിക്കുന്നത്. പിന്നെ പറഞ്ഞു എന്നാൽ ചിലതുണ്ട്. അത് ഖുർആനിലെ ഒരു ശൈലിയാണ്. പൊതുവായി പറഞ്ഞാൽ ഷഫാഅത്ത് എന്നൊന്ന് ഇല്ല, എന്നാൽ ചിലർക്ക് വേണ്ടി ശുപാർശ ചെയ്യാൻ ചില സമയത്ത് അനുവാദം നൽകും. ഇസ്തിസ്നാ എന്നതിന് പറയാ, ഒഴിച്ചു പറയാ. ഒരു കാര്യം മൊത്തത്തിൽ പറഞ്ഞിട്ട് അതിൽ നിന്ന് ചിലതുണ്ട് ട്ടോ എന്ന് പറയാ. നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സൂറത്തുൽ ബഖറയിൽ പറയുന്നത്, വത്തഖൂ യൗമാ ലാ തജ്സി നഫ്സുൻ അൻ നഫ്സിൻ ഷൈആ വലാ യുഖ്ബലു മിൻഹാ അദ്ൽ വലാ തൻഫഉഹാ ശഫാഅ വലാ ഹും യുൻസറൂൻ. നമുക്ക് കേട്ടുപരിചയമുള്ള ആയത്താണ്. വത്തഖൂ യൗമൻ, ഒരു ദിവസത്തെ നിങ്ങൾ ഭയപ്പെടണം. ലാ തജ്സി നഫ്സുൻ അൻ നഫ്സിൻ ഷൈആ, ഒരാളും മറ്റൊരാൾക്കും വേണ്ടി ഒരു ചുക്കും ചെയ്യാത്ത ദിവസമാണ്. ഷഫാഅത്ത് എന്നല്ല, ഷൈഅൻ പറഞ്ഞോളി, ഒന്നും ആർക്കും വേണ്ടിയും ചെയ്യൂല. വലാ യുഖ്ബലു മിൻഹാ അദ്ൽ, അവരിൽ നിന്ന് പകരം സ്വീകരിക്കുകയില്ല. ഞാൻ എന്തെങ്കിലും പകരം കൊടുത്ത് രക്ഷപ്പെടാ, അത് ഉണ്ടാവുകയില്ല. വലാ തൻഫഉഹാ ശഫാഅ, ശുപാർശയും ഉപകാരപ്പെടുകയില്ല. വലാ ഹും യുൻസറൂൻ, അവർ സഹായിക്കപ്പെടുകയുമില്ല. അമല് കൊണ്ട് രക്ഷപ്പെടുക എന്നല്ലാതെ ആർക്കും വേണ്ടി ഒന്നും പറയൊന്നുമില്ല സുഹൃത്തുക്കളെ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 123 ആയത്താണ്. അങ്ങനെ അവസാനത്തെ അല്ലല്ല, അതല്ല. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് എന്നതാണ് എന്ന് അഭിപ്രായമുണ്ട്. ആയത്തല്ല ഇത്. വത്തഖൂ യൗമൻ ലാ തജ്സി നഫ്സുൻ അൻ നഫ്സിൻ ഷൈആ എന്ന് തുടങ്ങുന്ന ആയത്താണ്. അത് എത്തട്ടെ. ആദ്യം ഷഫാഅത്ത് ഇല്ല എന്നാണ് ഖുർആന്റെ ആദ്യത്തെ അധ്യാപനം. ഖുർആൻ പറയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ അൻഫിഖൂ മിമ്മാ റസഖ്നാകും മിൻ ഖബൽ അൻ യഅതിയ യൗമുൻ ലാ ബൈഉൻ ഫീഹി വലാ ഖുല്ല വലാ ശഫാഅ വൽ കാഫിറൂന ഹുമുൽ ളാലിമൂൻ. സൂറത്തുൽ ബഖറയിലെ തന്നെ 254 അല്ലാഹ് പറഞ്ഞു, വിശ്വാസികളെ, അൻഫിഖൂ മിമ്മാ റസഖ്നാകും മിൻ ഖബൽ, ഒരു ദിവസത്തിന് മുമ്പ് നിങ്ങൾ ചെലവഴിച്ചോളിൻ. ആ ദിവസത്തിന്റെ പ്രത്യേകത അയ്യത്തിയ യൗമുൻ, ആ ദിവസം വന്നാൽ ലാ ബൈഉൻ ഫീഹി വലാ ഖുല്ലത്തുൻ വലാ ശഫാഅത്തുൻ, പകരം കൊടുക്കാനോ കച്ചവടം നടത്തി കഴിച്ചിലാവാനോ എന്തെങ്കിലും പറഞ്ഞ് കഴിച്ചിലാവാനോ ഒന്നും സാധിക്കുകയില്ല. വൽ കാഫിറൂന ഹുമുൽ ളാലിമൂൻ എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. എന്നാൽ ശഫാഅത്ത് തീരെ ഇല്ലാത്തതാണോ? അല്ല. പണ്ഡിതന്മാർ പറഞ്ഞു, അശ്ശഫാഅത്തു ശഫാഅത്താനി, ശുപാർശ 2 ഐറ്റം ഉണ്ട്. ശഫാഅത്തുൻ മുസ്ബിത, ശഫാഅത്തുൻ മൻഫിയ. ഒന്ന് സ്ഥിരപ്പെട്ട, ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ട ഷഫാഅത്ത്. 2 ഖുർആനിലോ ഹദീസിലോ ഒന്നും പറഞ്ഞിട്ടില്ലാത്ത ഷഫാഅത്ത്. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശുപാർശക്ക് പ്രത്യേകം അനുവാദം നൽകപ്പെടുമെന്ന് ഖുർആൻ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും
മുന്നിലുള്ളതും പിന്നിലുള്ളതും ഒക്കെ അവൻ അറിയുമെന്ന് പറഞ്ഞിട്ട് വലാ യശ്ഫഊന ഇല്ലാ ലിമൻ ഇർത്തളാ, നമ്മൾ വിശദീകരിക്കണ ആയത്താണ്. തൃപ്തിപ്പെട്ടവർക്ക് വേണ്ടി അല്ലാതെ ശുപാർശ പറയില്ല. അപ്പൊ തൃപ്തിപ്പെട്ടവർക്ക് വേണ്ടി ശുപാർശ പറയുക എന്ന ഒന്നുണ്ട്. ഒരു ഹദീസിൽ കാണാം, സുദീർഘമായ ഒരു ഹദീസിൽ കാണാം, ഫയശ്ഫഉൻ നബിയൂന വൽ മലായികത്തു വൽ മുഅ്മിനൂന, നബിമാർ ശുപാർശ പറയുന്ന അവസ്ഥ ഉണ്ടാകും, മലക്കുകൾ ശുപാർശ പറയുന്ന അവസ്ഥ ഉണ്ടാകും, അതുപോലെ തന്നെ മുഅ്മിനീങ്ങൾ ശുപാർശ പറയുന്ന അവസ്ഥയും ഉണ്ടാകും. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശുപാർശയാണ് അഷ്ശഫാഅത്തുൽ കുബ്ര, അഷ്ശഫാഅത്തുൽ ഉളുമ എന്ന പേരിലെല്ലാം അറിയപ്പെടുന്ന ഷഫാഅത്ത്. അത് വിശുദ്ധ ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുള്ള ഒന്നാണ്. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞത് മഖാമൻ മഹ്മൂദ, എന്താ, സ്തുത്യർഹമായ ഒരു സ്ഥാനത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉയർത്തും എന്നാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യഥാർത്ഥത്തിൽ പ്രവാചകന് ശഫാഅത്തിന് അർഹത ലഭിക്കും എന്നാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു വാചകം ഇപ്രകാരം നമുക്ക് കാണാം. സൂറത്തുൽ ഇസ്രായിൽ വമിനൽ ലൈലി ഫതഹജ്ജദ് ബിഹി നാഫിലതൻ ലക് അസാ യബ്അസക റബ്ബുക മഖാമൻ മഹ്മൂദാ. സൂറത്തുൽ ഇസ്രാഇന്റെ 79-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറയാണ്, നീ രാത്രി നമസ്കാരം നിർവഹിക്കണം, അള്ളാഹു താങ്കൾക്ക് മഖാമൻ മഹ്മൂദ, സ്തുത്യർഹമായ ഒരു സ്ഥാനം തന്നേക്കാം. സഹോദരങ്ങളെ, നമ്മൾ പറഞ്ഞു വന്നത് അള്ളാഹു മുന്നിലുള്ളതും പിന്നിലുള്ളതും അഥവാ ഇഹലോകത്തുള്ളതും പരലോകത്തുള്ളതും എല്ലാം അറിയുന്നവനാണ് എന്നും അവൻ തൃപ്തിപ്പെട്ടവർക്ക് വേണ്ടിയല്ലാതെ ഒരാളും ഷഫാഅത്തിനെ ചോദിക്കുകയില്ല എന്ന കാര്യവുമാണ്. പൊതുവെ ഷഫാഅത്തിനെ ഇസ്ലാം നിഷേധിക്കുകയും എന്നാൽ ഉണ്ട് എന്ന് പറയാവുന്ന ഷഫാഅത്ത് എന്താണ് എന്ന് നമുക്ക് വിശദീകരിച്ച് തരികയും ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മൾ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഷഫാഅത്താണ് ഷഫാഅത്തുൽ ഉളുമ എന്നെല്ലാം അറിയപ്പെടുന്ന ഒരു പ്രത്യേക സ്ഥാനത്തേക്ക് അള്ളാഹു പ്രവാചകനെ ഉയർത്തും എന്ന് സൂറത്തുൽ ഇസ്രാഇന്റെ 79-ാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞിട്ടുള്ള ആ ഷഫാഅത്ത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് പറഞ്ഞത് ഇന്നന്നാസ യസീറൂന യൗമൽ ഖിയാമത്തി ജുസ്സൻ, മുട്ടുകുത്തിയവരായി മനുഷ്യരൊക്കെ പരലോകത്ത് വരും. കുല്ലു ഉമ്മത്തിൻ തത്തബിഉ നബിയഹ, ഓരോ ഉമ്മത്തും അവരവരുടെ പ്രവാചകനെ പിൻപറ്റിക്കൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി പറഞ്ഞു നോക്കുമോ എന്ന് ചോദിക്കും. എല്ലാവരും കൈവിടും. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് ആളുകൾ എത്തും. ആ പ്രവാചകൻ ഉമ്മത്തിനു വേണ്ടി വേഗത്തിൽ വിചാരണക്കെടുക്കാൻ ശുപാർശ പറയും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സ്വർഗാവകാശികളെ വേഗത്തിൽ തീരുമാനമാക്കി സ്വർഗത്തിലാക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശുപാർശ പറയുമെന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. നരകത്തിൽ പ്രവേശിച്ച ആളുകൾക്ക് അതിനുള്ള ശിക്ഷകൾ കിട്ടിക്കഴിഞ്ഞാൽ അവരെ വേഗത്തിൽ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ പ്രവാചകന്റെ ശുപാർശയുണ്ടാകുമെന്ന് ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന അവ്വലു ഷാഫിഇൻ വ അവ്വലു മുശഫിഇൻ, ഞാനായിരിക്കും ആദ്യമായി ശുപാർശ പറയുന്നവൻ, ഞാനായിരിക്കും ആദ്യമായി ശുപാർശ സ്വീകരിക്കപ്പെടുന്നവൻ. എങ്ങനെ? ആദ്യമായിട്ട് ശുപാർശ പറയാനുള്ള അവസരവും എനിക്കാണ്. അള്ളാഹു ഓരോരുത്തരുടെയും ശുപാർശ എടുക്കുമ്പോൾ ആദ്യമായി സ്വീകരിക്കുന്ന ശുപാർശയും എൻ്റേതായിരിക്കും എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, ആ ഒരു ദിവസം ഒരു ചെറിയ നിലക്കെങ്കിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശുപാർശ ലഭിക്കുക എന്ന് പറഞ്ഞാൽ ആർക്കാണ് അത് സന്തോഷം നൽകാത്തത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ശുപാർശക്ക് തടസ്സം നിൽക്കുന്ന ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നാണ് ഷിർക്ക്. പ്രവാചകൻ പഠിപ്പിക്കുന്ന ഒരു ഹദീസിൽ കാണാം,
ലികുല്ലി നബിയ്യിൻ ദഅവത്തുൻ മുസ്തജാബത്തുൻ, ഓരോ പ്രവാചകനും ഉത്തരം കിട്ടുമെന്ന് ഉറപ്പിക്കാവുന്ന പ്രാർത്ഥനാ സന്ദർഭമുണ്ടായിരുന്നു. ഫതഅജ്ജല കുല്ലു നബിയ്യിൻ ദഅവതഹു, എല്ലാ പ്രവാചകന്മാരും അത് നിർബന്ധ സാഹചര്യത്തിൽ പ്രാർത്ഥിച്ചു പോയി. വ ഇന്നി ഇഖ്തബഅതു ദഅവതി ശഫാഅത്തൻ ലി ഉമ്മത്തി യൗമൽ ഖിയാമ, എൻ്റെ ഉമ്മത്തിന് വേണ്ടി ശുപാർശ പറയാൻ അന്ത്യനാളിലേക്ക് ഞാനത് മാറ്റിവെച്ചിരിക്കുകയാണ്. ഫഹിയ നായിലത്തുൻ ഇൻഷാ അല്ലാഹ്, അത് കിട്ടുക തന്നെ ചെയ്യും ഇൻഷാ അല്ലാഹ്. മൻ മാത മിൻ ഉമ്മത്തി ലാ യുശ്രികു ബില്ലാഹി ശൈആ, എൻ്റെ ഉമ്മത്തിൽ അള്ളാഹുവിൽ പങ്കു ചേർക്കാതെ മരിച്ചുപോയവരാരോ അവർക്കത് കിട്ടും. ശുപാർശ കിട്ടണമെങ്കിലും എന്തു വേണം? തൗഹീദ് വേണം എന്ന് തന്നെയാണ് ഇതൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ആ പ്രവാചകന്മാരുടെ ശുപാർശക്ക്, മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശുപാർശക്ക് അർഹത നേടുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, തുടർന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ആയത്തിൻ്റെ അവസാന ഭാഗം പറയുന്നതിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ആദ്യം ഒന്നുകൂടി നോക്കുക. യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും, അവരുടെ മുമ്പിലുള്ളതും പിന്നിലുള്ളതും അവൻ അറിയുന്നു. വലാ യശ്ഫഊന, അവർ ശുപാർശ ചെയ്യുകയില്ല. ഇല്ലാ ലിമൻ ഇർത്തളാ, അവൻ തൃപ്തിപ്പെട്ടവർക്ക് വേണ്ടി അല്ലാതെ. അത് വിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തും പറഞ്ഞിട്ടുള്ള ഒന്നാണ്. അള്ളാഹു അവൻ തൃപ്തിപ്പെട്ട ആളുകൾക്ക് വേണ്ടിയല്ലാതെ ഒരാളും ശുപാർശ പറയുകയില്ല. മൻ ദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി, മൻ ദല്ലദി യശ്ഫഉ ഇൻദഹു, അവൻ്റെ അടുക്കൽ ശുപാർശ പറയാൻ ആരാ ഉള്ളത്? ഇല്ലാ ബിഇദ്നിഹി, അവൻ്റെ അനുമതി കൂടാതെ എന്ന് ഖുർആൻ ഒരു സ്ഥലത്ത് പറഞ്ഞു. ഖുർആന്റെ സൂറത്തുൽ ബഖറയിൽ തന്നെ ആയത്തിൽ കുർസിയിലാണ് 255-ാമത്തെ ആയത്തിലാണ് പ്രസ്തുത പരാമർശം. 34-ാം അധ്യായം സൂറത്തു സബയിലെ 23-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറയാണ്, വലാ തൻഫഉ ശഫാഅതു ഇൻദഹു ഇല്ലാ ലിമൻ അദിന ലഹു. എന്താണ്? ഇല്ലാ ലിമൻ അദിന ലഹു, ആർക്ക് വേണ്ടിയാണോ അനുമതി കൊടുത്തത് അവർക്ക് വേണ്ടിയല്ലാതെ ആരും ശുപാർശ പറയുകയില്ല. വേറെ സ്ഥലത്ത് അല്ലാഹ് പറഞ്ഞു, ഇല്ലാ ലിമൻ ഇർത്തളാ മിർ റസൂൽ, പ്രവാചകന്മാരിൽ നിന്ന് അല്ലാഹ് തൃപ്തിപ്പെട്ട് കൊടുത്ത ആളുകൾ. എല്ലാ പ്രവാചകന്മാരും തൃപ്തിപ്പെട്ടവരാണ് അല്ലേ? അപ്പോൾ പ്രവാചകന്മാരിൽ നിന്നുമാണ് റബ്ബിന്റെ തൃപ്തി ലഭിച്ച ആളുകളുമാണ് ശുപാർശ പറയുക എന്ന് അവിടെ പരാമർശിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആയത്തിന്റെ അവസാന ഭാഗം നോക്കുക. വഹും മിൻ ഖശിയതിഹി മുശ്ഫിഖൂൻ, വഹും അവരാകട്ടെ, മിൻ ഖശിയതിഹി അവനെ ഭയപ്പെട്ടുകൊണ്ട്, മുശ്ഫിഖൂൻ നടുങ്ങുന്നവരാകുന്നു. അപ്പൊ അവരെന്നെ അള്ളാനെ പേടിച്ച് ജീവിക്കണവരാണ്. അവരുടെ കാര്യം തന്നെ എന്താകുക എന്ന് ഭയത്തിലാണ് അവരുള്ളത് എന്ന് നല്ല ആളുകളെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്. സുഹൃത്തുക്കൾ, ഈ ഖശിയത്തിയും മുശ്ഫിഖൂൻ എന്നത് പല സ്ഥലത്തും ഖുർആൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അത് നമുക്ക് ജീവിതത്തിൽ നിർബന്ധമായും ഉണ്ടാകേണ്ടുന്ന ഒരു ഗുണം കൂടിയാണ്. വിശുദ്ധ ഖുർആനിൽ സ്വർഗം വാങ്ങുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞു, അല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ് വഹും മിനസ് സാഅതി മുശ്ഫിഖൂൻ. അല്ലദീന യഖ്ശൗന, അവർ ഭയപ്പെടുന്നവരാണ്, റബ്ബഹും അവരുടെ രക്ഷിതാവിന്, ബിൽ ഗൈബി അദൃശ്യമായ നിലക്ക്, വഹും മിനസ് സാഅതി മുശ്ഫിഖൂൻ അന്ത്യനാളിനെ കുറിച്ചോർത്ത് നടുങ്ങുന്നവരാകുന്നു അവർ. ലോകം അവസാനിക്കുമല്ലോ, നമ്മളൊക്കെ മരിച്ചു പോകുമല്ലോ, ഖബറിൽ കിടക്കണമല്ലോ, വിചാരണക്ക് വിധേയമാകുമല്ലോ എന്ന് പേടിക്കുന്നവരാകുന്നു സ്വർഗാവകാശികൾ എന്ന് സൂറത്തുൽ അംബിയായിലെ തന്നെ, ഇപ്പോൾ നമ്മൾ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്ന സൂറത്തിൽ തന്നെ ഇനി വരാനിരിക്കുന്ന 49-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. ഖുർആനിൽ മുഅ്മിനൂൻ എന്ന് പറഞ്ഞൊരു അധ്യായമുണ്ട് അല്ലേ? എത്രാമത്തെ അധ്യായം? 23-ാമത്തെ അധ്യായമാണ്. 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂനിൽ തുടക്കത്തിൽ തന്നെ മുഅ്മിനീങ്ങളെ കുറിച്ച് അല്ലാഹ് പറയാ, വിജയിക്കുന്ന മുഅ്മിനുകൾ, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, എന്നിട്ട് കുറേ ഗുണങ്ങൾ പറഞ്ഞു. അങ്ങനെ പോയി
അവസാനം ഇടയിൽ അല്ലാഹ് പറയാണ് സ്വർഗം വാങ്ങുന്ന മുഅ്മിനീങ്ങൾ ആരാണ് എന്ന്. ഇന്നല്ലദീന ഹും മിൻ ഖശിയത്തി റബ്ബിഹിം മുഷ്ഫിഖൂൻ വല്ലദീന ഹും ബിആയാതി റബ്ബിഹിം യുഅ്മിനൂൻ വല്ലദീന ഹും ബിറബ്ബിഹിം ലാ യുശ്രികൂൻ വല്ലദീന യൂതൂന മാ ആതൗ വഖുലൂബുഹും വജില അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ ഉലൈക യുസാരിഊന ഫിൽ ഖൈറാത്ത് വഹും ലഹാ സാബിഖൂൻ. നമ്മൾ വിലയിരുത്തി പഠിക്കേണ്ട ആയത്തുകളാണ്. ആർക്കേ സ്വർഗം കിട്ടുക അറിയോ? ഇന്നല്ലദീനഹും മിൻ ഖശിയത്തി റബ്ബിഹിം മുഷ്ഫിഖൂൻ, പടച്ചോനെ പേടിച്ചിട്ട് നടുങ്ങുന്ന ആളുകൾ. സുഹൃത്തുക്കളെ, നമ്മൾ ശരിക്കും ആലോചിക്കണം. നമുക്കിങ്ങനെ അള്ളാഹുവിൻ്റെ ആയത്ത് കേൾക്കുമ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു തെറ്റിന് എതിരാണെങ്കിൽ, നമ്മൾ ശീലിച്ചു പോരാത്ത ഒരു നന്മ വേണം എന്ന് ഖുർആൻ പറയുന്ന ഒരു ആയത്ത് കേൾക്കുമ്പോൾ എൻ്റെ അടുത്ത് അതില്ലല്ലോ എന്നൊരു ബേജാറ് നമുക്കുണ്ടെങ്കിൽ അത് ഈമാനിൻ്റെ ലക്ഷണമാണ്. ഈ ഒരു അവസ്ഥയിലാണെങ്കിൽ എനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ലല്ലോ എന്നൊരു പേടി ഹൃദയത്തിലുണ്ടെങ്കിൽ അത് ഇന്നല്ലദീനഹും മിൻ ഖശിയത്തി റബ്ബിഹിം മുഷ്ഫിഖൂൻ എന്ന് പറഞ്ഞ പടച്ചോനെ പേടി കൊണ്ട് മനസ്സിൽ വരുന്ന നടുങ്ങലാണ്. തുടർന്ന് അല്ലാഹ് പറയാണ് വല്ലദീനഹും ബി ആയാത്തി റബ്ബിഹിം യുഅ്മിനൂൻ, ആയത്തുകളിലൊക്കെ അവർക്ക് യഥാർത്ഥത്തിൽ വിശ്വാസം ഉണ്ടാകും. വല്ലദീനഹും ബി റബ്ബിഹിം ലാ യുശ്രികൂൻ, അവർ അവരുടെ രക്ഷിതാവിൽ പങ്കു ചേർക്കുകയില്ല. വല്ലദീന യൂതൂന മാ ആതൗ വഖുലൂബുഹും വജില, കൊടുക്കുന്നതൊക്കെ അള്ളാഹിന്റെ മാർഗത്തിൽ കൊടുക്കും, എന്നാലും ഓൽക്ക് പേടി ഉണ്ടാവും, സ്വീകരിക്കാതെ പോകുമോ. അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ, അവർ അവരുടെ റബ്ബിലേക്ക് മടങ്ങിപ്പോകണമല്ലോ എന്ന ചിന്തയുള്ളവരായിരിക്കും. ഉലൈക യുസാരിഊന ഫിൽ ഖൈറാത്ത് വഹും ലഹാ സാബിഖൂൻ, അവർ നന്മയിൽ മുന്നേറും, അതിൽ ആദ്യമെത്താൻ അവർ ശ്രമിക്കും എന്ന് പറഞ്ഞ മുഅ്മിനീങ്ങളിൽ അല്ലാഹ് നമ്മൾ ഉൾപ്പെടുത്തട്ടെ. ഓരോ നന്മയുടെ കാര്യത്തിൽ മുന്നിലാകണം നമ്മൾ. ഇപ്പം ഇന്ന് ഇശാഅ് കഴിഞ്ഞിട്ട് ഒരു 2 റക്അത്ത് നിസ്കരിക്കാൻ കഴിയണില്ലെങ്കിൽ ഒരു 3 റക്അത്ത് വിത്ർ നമുക്ക് ഉറങ്ങും മുമ്പ് അല്ലെങ്കിൽ ഉറങ്ങി ഉണർന്നിട്ട് നിർവഹിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഈ ആയത്തുകളെ കൊണ്ട് നമുക്ക് എന്ത് ഗുണം ഉണ്ടാകുക? സ്വർഗം വാങ്ങുന്ന അള്ളാഹിന്റെ റസൂലിന്റെ ശുപാർശ ലഭിക്കുന്ന നല്ല ആളുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ അല്ലാഹ് പറയാണ് അവർ ഉലൈക യുസാരിഊന ഫിൽ ഖൈറാത്ത്, നന്മയിൽ ധൃതി കാണിക്കുന്ന ആളുകളാണ്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മആരിജിൽ സ്വർഗം വാങ്ങുന്ന ആളുകളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അവരുടെ പ്രത്യേകത എന്താണെന്നോ? അല്ലദീനഹും അലാ സ്വലാത്തിഹിം ദായിമൂൻ, അല്ലദീനഹും അലാ സ്വലാത്തിഹിം ദായിമൂൻ, അവരുടെ നമസ്കാരങ്ങൾ പതിവായി ചെയ്യുന്നവരാണ്. എപ്പോഴെങ്കിലും തോന്നുമ്പോൾ അങ്ങനെ നിസ്കരിക്കുക, അങ്ങനെയല്ല. നിസ്കാരം പതിവായി കൃത്യമായി നിർവഹിക്കുന്നവരാകുന്നു അവർ. വല്ലദീന യുസദ്ദിഖൂന ബിയൗമി വല്ലദീന ഫീ അംവാലിഹിം ഹഖ്കും മഅലൂം, അവരുടെ സമ്പത്തിൽ ഒരു നിശ്ചിത ഓഹരി മറ്റുള്ള ആളുകൾക്കും ഉണ്ടാകും. ലിസ്സായിലി വൽ മഹ്റൂം, ചോദിച്ചു വരുന്നവർക്കും തടയപ്പെട്ടവർക്കും. ചിലർ യാചിച്ചു വരും, ചിലർക്ക് നമ്മൾ കണ്ടറിഞ്ഞ് കൊടുക്കേണ്ടി വരും. അങ്ങനെ കൊടുക്കുന്നവരാണ് അവർ. വല്ലദീന യുസദ്ദിഖൂന ബിയൗമിദ്ദീൻ, മരിച്ചു പോകുന്ന ഒരു ദിവസത്തെ പ്രതിഫല നാളിനെ വിശ്വസിക്കുന്നവരാകുന്നു അവർ. അടുത്ത ആയത്താണ് നമ്മുടെ വിഷയവുമായി ബന്ധം. എന്താ അറിയോ? വല്ലദീനഹും മിൻ അദാബി റബ്ബിഹിം മുഷ്ഫിഖൂൻ, അള്ളാഹിന്റെ ശിക്ഷ കിട്ടുമല്ലോ എന്നുള്ള പേടി കൊണ്ട് ഹൃദയം നടുങ്ങുന്നവരാകുന്നു അവർ. സ്വർഗം വാങ്ങുന്നവരെ കുറിച്ച് അല്ലാഹ് പറയാണ്, ഒരു കൃത്യമായിട്ട് നിസ്കരിക്കും, അവർ ദാനധർമ്മം ചെയ്യും, അവർ അന്ത്യദിനത്തിൽ വിശ്വസിക്കും, അവർ വല്ലദീനഹും മിൻ അദാബി റബ്ബിഹിം മുഷ്ഫിഖൂൻ, രക്ഷിതാവിൻ്റെ ആ ദിവസത്തെ അവർ ഭയപ്പെടും എന്ന് ഖുർആൻ സൂറത്തുൽ മആരിജിലെ 23 മുതൽ 27 വരെയുള്ള ആയത്തുകളിൽ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് ആ ഒരു ബേജാറും പേടിയും നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ മാത്രമേ സഹോദരങ്ങളെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുള്ളൂ. വിശുദ്ധ ഖുർആൻ എത്രയോ സ്ഥലത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഈ ഖശിയത്ത്. ഈ ഖശിയത്തിൻ്റെ ലക്ഷണമായി പണ്ഡിതന്മാർ പറഞ്ഞതുകൂടി ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദീകരിക്കുക. എന്താണെന്നറിയോ? ഒന്ന്, നന്മ ചെയ്യുന്നതോടൊപ്പം സ്വീകരിക്കാതെ പോകുമെന്നുള്ള പേടി അവർക്കുണ്ടാകും. ഹസനുൽ ബസ്വരി റഹിമഹുല്ല പറയാണ്, ഇന്നൽ മുഅ്മിന, ഒരു യഥാർത്ഥ മുഅ്മിനായ മനുഷ്യൻ എനിക്കുണ്ടോന്ന് നമ്മൾ സ്വയം ചോദിക്കുക. ഇന്നൽ മുഅ്മിന, ഒരു യഥാർത്ഥ മനുഷ്യൻ, ജമഅ ബൈന ഇഹ്സാനിൻ വ മഖാഫ, 2 കാര്യങ്ങൾ ഒത്തു വന്നവനായിരിക്കും. ഇഹ്സാൻ, നന്മകൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടാകും. വ മഖാഫ, എന്നാലും പേടി ഉണ്ടാവും.
നിസ്കരിക്കണു, നോമ്പ് നോൽക്കണു, ദിക്റ് ചൊല്ലണു, ഖുർആൻ ഓതും ഒക്കെ ചെയ്യും, എന്നാലും നരകത്തിൽ പോകുമോ, സ്വർഗം കിട്ടാതെ ഇരിക്കുവോ എന്ന പേടിയുള്ളവർ, അവരാണ് യഥാർത്ഥ മുഅ്മിൻ. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. നമ്മുടെ അമലുകൾ അല്ലാഹു സ്വീകരിക്കട്ടെ. നമ്മുടെ ഈ ഖുർആൻ പഠനം ഇഹലോകത്തും പരലോകത്തും നമുക്ക് സന്തോഷം നൽകുന്ന സൽക്കർമ്മമാക്കി അല്ലാഹു സ്വീകരിക്കട്ടെ. സുഹൃത്തുക്കളെ, ഖുർആൻ പഠനം എല്ലാത്തിനുള്ള പരിഹാരമാണ്. നമ്മൾ അനുഭവിക്കുന്ന മാനസികമായ വിഷമങ്ങൾക്ക്, ശാരീരികമായ ബുദ്ധിമുട്ടുകൾക്ക്, സാമ്പത്തികമായ പ്രതിസന്ധികൾക്ക്, അത് മുഖേന ഖബറിൽ നമുക്ക് വെളിച്ചമാണ്, അന്ത്യനാളിൽ നമുക്ക് കൂട്ടാണ്, പരലോകത്ത് നമുക്ക് ശുപാർശ പറയും ഖുർആൻ. അങ്ങനെയൊക്കെ അല്ലേ? ശുപാർശ പറയാൻ ഉണ്ടാകുന്ന ഒരു കാര്യം കൂടിയാണ് ഖുർആൻ. അങ്ങനെയൊക്കെ ചെയ്താലും ഒരു പേടി, അതാണ് മുഅ്മിന്റെ ലക്ഷണം. ഇന്നൽ മുഅ്മിന ജമഅ ബൈന ഇഹ്സാനിൻ വ മഖാഫ വ ഇന്നൽ മുനാഫിഖ. എന്നാൽ ഒരു കപട വിശ്വാസിയാണെങ്കിൽ ജമഅ ബൈന ഇസാഅത്തിൻ വ അമലിൻ, തിന്മകൾ അങ്ങനെ ചെയ്യുന്നുണ്ടാകും, ആവശ്യമില്ലാത്തൊരു പ്രതീക്ഷയുണ്ടാവും. ഹറാമുകളൊക്കെ ചെയ്യുന്നുണ്ടാകും, നിസ്കരിക്കാമെന്നോ കൃത്യമായി ചെയ്യണില്ല, ഖുർആൻ ക്ലാസ്സോ ഖുർആൻ പഠനോ ഖുർആൻ പാരായണോ ഒന്നുമില്ല, എന്നാലും ഇവിടുന്ന് ആരെങ്കിലും സ്വർഗത്തിൽ പോകുന്നുണ്ടെങ്കിൽ ഞാനൊക്കെ അല്ലാതെ ആരാ പോകുക എന്ന ആവശ്യമില്ലാത്തൊരു പ്രതീക്ഷ. ആരാണ്? മുനാഫിക്കിന്റെ ലക്ഷണമാണ്. അത് കപട വിശ്വാസിയുടെ ലക്ഷണമാണ് എന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ചെറിയൊരു തെറ്റ് സംഭവിച്ചാൽ പോലും പേടി, അത് മുഅ്മിനിന്റെ ലക്ഷണമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ മുഅ്മിന യറാ ദുനൂബഹു കഅന്നഹു ഖായിദുൻ തഹ്ത ജബൽ യഖാഫു അയഖഅ അലൈഹി. തൻ്റെ തലയിലേക്ക് പൊളിഞ്ഞു ചാടിയിട്ട് തകർക്കുവോ എന്ന് പേടിയുള്ള ഒരു പർവ്വതത്തിന് ചുവട്ടിൽ, തകരാനിരിക്കുന്ന ഒരു കെട്ടിടത്തിന് താഴെ, ഒരു പർവ്വതത്തിന് താഴെ ഇരിക്കുന്നവനെ പോലെയായിരിക്കും മുഅ്മിൻ ഒരു ചെറിയ തെറ്റിനെ കാണുക. മനസ്സിലാണ്ടോ പറയണത്? അബദ്ധത്തിലാണ് ചെയ്തു പോയി, പാടില്ലായിരുന്നു എന്ന് അറിയാം, അല്ലെങ്കിൽ ആ സന്ദർഭത്തിൽ അങ്ങനെ ആയിപ്പോയതാണ്, പക്ഷേ പിന്നെ അതിൻ്റെ പേരിൽ ഇങ്ങനെ പേടി, ഞാൻ എൻ്റെ അമ്മാനോട് അങ്ങനെ പറഞ്ഞത് ശരിയായില്ല, പടച്ചോനെ ഇജ്ജ് പുറത്തു തരണേ, എൻ്റെ അമ്മാക്ക് അത് മനസ്സിൽ വേദന ഇല്ലാതാക്കി തരണേ. കണ്ടോ, ഒരു ചെറിയ തെറ്റിനെ മനസ്സിൽ അവൻ കാണുന്നത് തൻ്റെ തലയിലേക്ക് പൊളിഞ്ഞു ചാടാനിരിക്കുന്ന ഒരു പർവ്വതത്തിൻ്റെ താഴെ ഇരിക്കുന്ന പോലെയായിരിക്കും. തുടർന്ന് റസൂലുള്ള പറയാണ്, വഇന്നൽ ഫാജിറ, എന്നാൽ തമ്മാടിയായ മനുഷ്യൻ, യറാ ദുനൂബഹു, അവന്റെ പാപങ്ങളെ അവൻ കാണുന്നത് കദുബാബിൻ മർറ അലാ അൻഫിഹി, അവന്റെ മൂക്കിന് ചുറ്റും പാറി നടക്കുന്ന ഒരു ഈച്ചയെപ്പോലെ. അതൊക്കെ ഇപ്പം എന്താ? ഒരു ഈച്ച വന്നിരുന്ന നമുക്ക് വല്ല കുഴപ്പമുണ്ടോ? ആകാശം ഇടിഞ്ഞു വീഴുവോ? നമ്മൾ പൊളിഞ്ഞു ചാടുവോ? ഇല്ലല്ലോ, ഒരു ഈച്ചയല്ലേ എന്ന പോലെ ആയിരിക്കും ഫാജിറായ, തെമ്മാടിയായ, താന്തോന്നിയായ ഒരു മനുഷ്യൻ തിന്മയെ കാണുക. അപ്പോൾ ചിലപ്പോൾ കൈകൊണ്ട് ഇങ്ങനെ തട്ടി മാറ്റും, അപ്പോൾ ഈച്ച എങ്ങനെ പാറിപ്പോകും, കുറേ കഴിഞ്ഞാൽ കാണാം വീണ്ടും ഈച്ച അങ്ങോട്ട് തന്നെ വരുന്നു എന്ന പോലെ. ഒരു തെറ്റ് ചെയ്യും, അപ്പോൾ ഒരു വേണ്ടിയിരുന്നില്ല എന്നൊക്കെ തോന്നും, പിന്നെ ആ തെറ്റ് ചെയ്യും, പിന്നെ അങ്ങനെ ചെയ്യും, നഞ്ഞ ആട്ടണില്ല, ഈച്ച അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിക്കും. ഈച്ചക്ക് പോകാൻ തോന്നുമ്പോൾ പോയിക്കോട്ടെ എന്ന് കരുതും. കണ്ടോ, ഇത് തമ്മാടിയുടെ ഹൃദയമാണ് എന്ന് ജീവിതത്തിൽ കള്ളം പറഞ്ഞിട്ടില്ലാത്ത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് ഈ ഒരു ആയത്ത് വളരെ ഗൗരവമുള്ള ആയത്താണ്. പ്രത്യേകിച്ച് ആയത്തിൻ്റെ അവസാന ഭാഗം, വഹും മിൻ ഖശിയതിഹി മുഷ്ഫിഖൂൻ, അള്ളാഹനെ പേടിച്ചിട്ട് നമുക്ക് ഹൃദയത്തിലൊരു ഭയം, ഒരു നടുങ്ങൽ ഉണ്ടാകണം എന്നതാണ്. അപ്പോൾ നമുക്ക് ആ ഖശിയത്തുണ്ട് എന്നതിൻ്റെ ഒരു ലക്ഷണമാണ് ഞാൻ പറഞ്ഞത്. അവർക്ക് ചെറിയ തിന്മ വരുമ്പോഴേക്ക് തന്നെ വല്ലാത്തൊരു പേടി ഉണ്ടാകും, നന്മ ചെയ്താലും സ്വീകരിക്കാതെ പോകുമോ എന്ന പേടി ഉണ്ടാകും. അതുപോലെ മറ്റൊരു ലക്ഷണമാണ് അവരുടെ കണ്ണിങ്ങനെ നനയും ഇടക്കിടക്ക്, പടച്ചോനെ പേടിച്ചിട്ട്. സുഹൃത്തുക്കളെ, എന്തിനൊക്കെ നമ്മൾ കരഞ്ഞിട്ടുണ്ട്. ഒഴിഞ്ഞിരുന്ന് അള്ളാഹുവിനെ ഓർത്ത്, ഖബർ ശിക്ഷയെ ഓർത്ത്, നരകത്തെ ഓർത്ത് നമുക്കൊന്ന് കരഞ്ഞൂടെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യലിജുൻ നാറ റജുലുൻ ബകാ മിൻ ഖശിയത്തില്ല, അള്ളാഹനെ പേടിച്ച് കരഞ്ഞവൻ ഒരിക്കലും നരകത്തിൽ പ്രവേശിക്കുകയില്ല. ഹത്താ യഊദൽ ലബനു ഫിൽ റഅി, ഒരു മാടിൻ്റെ അകിടിൽ നിന്ന് കറന്നെടുത്ത പാൽ അതിലേക്ക് പ്രവേശിക്കുന്നത് വരെ.
എന്ന് പറഞ്ഞാൽ അസംഭവ്യമാണ്. അള്ളാഹിനെ ഓർത്ത് കരഞ്ഞവൻ നരകത്തിൽ പ്രവേശിക്കുക എന്ന അസംഭവ്യമാണ്. 7 വിഭാഗം ആളുകൾക്ക് അർശിൻ്റെ തണലല്ലാത്ത മറ്റൊരു തണലുമില്ലാത്ത ദിവസം പ്രത്യേകം തണൽ നൽകി അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞപ്പോൾ കൂട്ടത്തിലൊരു വിഭാഗം ആരാ? റജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ ഫഫാലത്ത് ഐനാഹു. ആരും കാണാതെ ഒഴിഞ്ഞിരുന്ന് ഓർത്തിട്ട് കണ്ണിന്ന് കണ്ണീരിങ്ങനെ വരിക. അള്ളാഹു അതിന് നമുക്ക് തൗഫീക്ക് നൽകട്ടെ. സുഹൃത്തുക്കളെ, ആരും കാണാതിരിക്കുന്ന കുറച്ച് സമയമെങ്കിലും പടച്ചവൻ്റെ മുന്നിലിരിക്കുന്ന ഒരു സമയം നമുക്ക് വേണം. അത് നമ്മളെ നന്നാക്കും. ആരും കാണാതെ ഒഴിഞ്ഞിരിക്കുന്ന, അള്ളാഹിനോട് സങ്കടം പറയണേ, പാപങ്ങൾക്ക് പൊറുക്കലിനെ തേടുന്ന, ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുന്ന കുറച്ച് സമയമെങ്കിലും ഓരോ ദിവസവും നമുക്കുണ്ടെങ്കിൽ അത് നമ്മുടെ ഹൃദയങ്ങളെ പച്ച പിടിപ്പിക്കും, നമ്മുടെ കണ്ണുകളെ ഈറനണിയിക്കും, നമ്മുടെ ഹൃദയങ്ങളെ വിറപ്പിക്കും, നമ്മുടെ ചുണ്ടുകൾ വിതുമ്പാൻ അത് കാരണമാകും. അത്തരം മുഷ്ഫിക്കീങ്ങളിൽ, അള്ളാഹിനെ പേടിച്ച് നടുങ്ങുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങൾ ഈ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും പുറത്തു തരണം റഹ്മാൻ. നിന്റെ സ്വർഗം നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കണം യാ അള്ളാഹ്. ഈ ഖുർആൻ പഠനം ഞങ്ങൾക്ക് പരലോകത്ത് ശുപാർശ പറയുന്ന അവസ്ഥ ഉണ്ടാക്കി തരണം യാ റഹ്മാൻ. അല്ലാഹുമ്മ റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.